നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഫൈഹാസ് മീഡിയ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ്. ഇത് ഉണ്ടാക്കിയെടുക്കാൻ വളരെ ഈസിയാണ്, അതുപോലെ തന്നെ കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. ഇപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ എന്തെങ്കിലും സെലിബ്രേഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കടയിൽ നിന്നൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്ക് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. എല്ലാവർക്കും ഇഷ്ടമാവും. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ടേസ്റ്റി ആയിട്ടുള്ള ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ കേക്ക് ടിന് റെഡിയാക്കി എടുക്കുക എന്നുള്ളതാണ്. അത് ഏതൊരു കേക്ക് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിലും നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം കേക്ക് ടിന് ആദ്യം തന്നെ തയ്യാറാക്കി വെക്കണം. അല്ലെങ്കിൽ പിന്നെ നമ്മൾ കേക്ക് മിക്സ് ഒക്കെ റെഡിയാക്കിയതിന് ശേഷം ഈ കേക്ക് ടിനൊക്കെ തയ്യാറാക്കാൻ പോകുമ്പോൾ തന്നെ അത് മിക്സിങ്ങൊക്കെ ആകെ മാറിപ്പോവും. അപ്പോൾ ആദ്യം നമുക്ക് കേക്ക് ടിന് റെഡിയാക്കുക. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കേക്ക് ടിന്നിൽ ഒരു പീസ് ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. ഇനി ബട്ടർ പേപ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിൽ അല്ലെങ്കിൽ ബട്ടർ എന്തെങ്കിലും സ്പ്രെഡ് ചെയ്തിട്ട് കുറച്ച് മൈദ എന്തെങ്കിലും ഇട്ടിട്ടൊന്ന് ഡസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഞാൻ കേക്ക് ടിന് ആദ്യം തന്നെ ഇവിടെ റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. അടുത്തതായിട്ട് ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് നന്നായിട്ട് സീവ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു സീവറിലേക്ക് നമുക്ക് 3/4 കപ്പ് മൈദ, അതുപോലെ തന്നെ ഒരു 1/4 കപ്പോളം കൊക്കോ പൗഡർ, 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡ, 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ, ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. ഇതിപ്പോൾ ഒരു ഡബിൾ ലെയർ ആയിട്ടുള്ളൊരു സീവറാണ്. അപ്പോൾ ഇതിന് നമ്മൾ ഒരു പ്രാവശ്യം ചെയ്താൽ തന്നെ നമുക്ക് 2 പ്രാവശ്യം അരിച്ചെടുക്കണ പോലെയാണ്. ഇനി നമുക്കിത് അരിച്ചെടുക്കാം നന്നായിട്ട്. ഇപ്പോൾ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. 3/4 കപ്പ് മൈദ, അതുപോലെ തന്നെ 1/4 കപ്പ് കൊക്കോ പൗഡർ, ഒരു 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡ, 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ, ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ഹിങ്സിൻ്റെ കൊക്കോ പൗഡറാണ് എടുത്തിട്ടുള്ളത്. നല്ല ഡാർക്ക് കളറിലുള്ള കൊക്കോ പൗഡർ വേണം ഇതിന് വേണ്ടിയിട്ട്, ബ്ലാക്ക് ഫോറസ്റ്റിന് എടുക്കാൻ വേണ്ടിയിട്ട്. എന്നാലേ നല്ലൊരു ബ്ലാക്ക് കളർ വരുള്ളൂ. അപ്പോൾ ഇനി ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി അടുത്തതായിട്ട് ആ സമയം കൊണ്ട് നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് 4 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അത് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ എന്തൊരു സാധനം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ റൂം ടെമ്പറേച്ചറിലുള്ളതായിരിക്കണം. ഇപ്പോൾ വാനില എസൻസ് ആണെങ്കിൽ പോലും അത് റൂം ടെമ്പറേച്ചറിലുള്ളതായിരിക്കണം. അപ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള 4 മുട്ട ഞാനിവിടെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാൻ പോവാണ്. ആദ്യം ലോ സ്പീഡിൽ ബീറ്റ് ചെയ്തെടുക്കുക, പിന്നെ നന്നായിട്ട് ഹൈ സ്പീഡിൽ ഇട്ടിട്ട് ബീറ്റ് ചെയ്തിട്ട് എടുക്കണം. നന്നായിട്ട് ഫ്ലഫി ആയിട്ട് വരണം. പിന്നെ അതുപോലെ തന്നെ നമ്മളിതിന് സെപ്പറേറ്റ് ആയിട്ട് യോക്ക് വേറെ വൈറ്റ് വേറെ ഒന്നും ആക്കേണ്ട ആവശ്യമില്ല. ഒന്നിച്ചെടുത്തിട്ട് തന്നെ നമുക്ക് ഇങ്ങനെ ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ മുട്ടയുടെ കൂടെ തന്നെ നമ്മൾ വാനില എസൻസ് ഒഴിച്ച് ബീറ്റ് ചെയ്യുമ്പോഴാണ് ആ മുട്ടയുടെ സ്മെല്ലൊക്കെ നന്നായിട്ട് പോവുക. അപ്പോൾ ഇനി ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ മുട്ട ഏകദേശം ഒന്ന് നന്നായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറേശ്ശായിട്ട് ഷുഗർ ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഒന്നിച്ച് ഷുഗർ ഇട്ട് ബീറ്റ് ചെയ്യരുത്, കുറേശ്ശായിട്ട് ഇട്ട് ബീറ്റ് ചെയ്യണം. ഇതിപ്പോൾ ഒരു 1/2 കപ്പ് ഷുഗർ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. പിന്നെ ഇതിൽ നമ്മൾ വിപ്പിംഗ് ക്രീമൊക്കെ വരുമ്പോൾ കുറച്ചുകൂടെ മധുരം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 1/2 കപ്പ് ഷുഗറേ ചേർക്കണുള്ളൂ. അത് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. ഇനി ഇത് കുറേശ്ശായിട്ട് ഇട്ടിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ എഗ്ഗ് നന്നായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട്. കണ്ടോ, നന്നായിട്ട് ബീറ്റായിട്ട് നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്.
ഇങ്ങനെ നന്നായിട്ട് ബീറ്റായി വരണം. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ നേരത്തെ നമ്മൾ അരിച്ചെടുത്തിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അത് നമ്മൾ ചെയ്യാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ ഫോൾഡ് ആൻഡ് കട്ട് മെത്തേഡിലാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. ഒന്നിങ്ങനെ ഫോൾഡ് ചെയ്യുക പിന്നെ അങ്ങനെ കട്ട് ചെയ്യുക, അങ്ങനത്തെ ഒരു മെത്തേഡാണിത്. അപ്പോൾ കുറേശ്ശായിട്ട് ഒന്നിച്ച് ചേർക്കരുത്, കുറേശ്ശെ ചേർക്കുക, എന്നിട്ട് മിക്സ് ചെയ്തെടുക്കുക. കണ്ടോ, ഇങ്ങനെ ഫോൾഡ് ചെയ്യുക കട്ട് ചെയ്യുക, ഇങ്ങനത്തെ ഈ ഒരു മെത്തേഡിലാണ് നമ്മൾ മിക്സ് ചെയ്തെടുക്കേണ്ടത്. ഒന്നാകെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിട്ട് ഇളക്കി കളയരുത്. അപ്പോൾ പിന്നെ നമ്മൾ ഈ നന്നായിട്ട് ഈ ഫ്ലഫി ആയി വന്നതൊക്കെ കണ്ട് താന്നു പോവും. അപ്പോൾ പതുക്കെ അങ്ങനെ മിക്സാക്കി എടുക്കണം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ അതിനു വേണ്ടിയിട്ട് തൊട്ട് താഴെയുള്ള റെഡ് കളറിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാം. അതിനോടൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കേക്ക് ടിന്നിലേക്ക് മാറ്റാം. അപ്പോൾ അധികം ഓവറായിട്ട് മിക്സ് ചെയ്യരുത്. അപ്പോൾ പിന്നെ നമ്മുടെ ഈ കേക്കിൻ്റെ ആ ടെക്സ്ചറൊക്കെ മാറിപ്പോവും. ഈ ഇങ്ങനെ സോഫ്റ്റായിട്ട് വന്നിട്ടുള്ളതൊക്കെ പോവും, താന്നു പോവും. അപ്പോൾ അധികം മിക്സ് ആക്കരുത്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക, കാരണം ഇതിൻ്റെ എയർ ബബിൾസൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിന് മുന്നേ തന്നെ ഞാൻ ഓവനൊന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 180 ഡിഗ്രിയിൽ ഒരു 10 മിനിറ്റ് ഞാൻ ഓവന് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇത് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഒരു 180 ഡിഗ്രിയിൽ 30 മിനിറ്റ് വെച്ചിട്ടാണ് ഞാനിത് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഓവൻ ഇല്ലാത്തവർക്ക് വേണമെന്നുണ്ടെങ്കിൽ പ്രഷർ കുക്കറിൽ ചെയ്യാം, അതുപോലെ തന്നെ നോൺ സ്റ്റിക്ക് പാനിലൊക്കെ ഇത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വീഡിയോ ഞാൻ മുന്നേ ചെയ്ത കേക്കിൻ്റെ റെസിപ്പികളിലൊക്കെ ഉണ്ട് എങ്ങനെ ചെയ്തെടുക്കുക എന്നുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഓവനിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. കണ്ട, നല്ല പെർഫെക്റ്റ് ആയിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. നമുക്കിതൊരു സ്റ്റിക്ക് ഉപയോഗിച്ചിട്ടൊന്ന് കുത്തി നോക്കാം. സ്റ്റിക്കായിട്ടൊന്നുമില്ല, നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കണം. തണുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ഐസിങ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക. ആ നേരം കൊണ്ട് നമുക്ക് വിപ്പിംഗ് ക്രീം വിപ്പ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ വിപ്പിംഗ് ക്രീമൊക്കെ ബീറ്റ് ചെയ്തെടുക്കുന്നതിന് മുന്നേ ഇതും പിന്നെ അതുപോലെ തന്നെ ഈ ബീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഈ ബൗളും ഒരു 10-15 മിനിറ്റ് ഒന്ന് ഫ്രീസറിൽ വെക്കുന്നത് നല്ലതാണ്. അപ്പോൾ നന്നായിട്ട് നമ്മൾ വിപ്പിംഗ് ക്രീം വിപ്പായിട്ട് വരും. ഞാനിവിടെ മാക്ടോപ്പിൻ്റെ വിപ്പിംഗ് ക്രീമാണ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാനിതിൽ എക്സ്ട്രാ ഷുഗർ പൗഡറോ വാനില എസൻസോ ഒന്നും ചേർക്കണില്ല. ഇതിൽ ഓൾറെഡി ഒക്കെ നന്നായിട്ടുണ്ട്, നല്ല ഷുഗറൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ അതിൽ എക്സ്ട്രാ ഒന്നും ആഡ് ചെയ്യണില്ല. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള വിപ്പിംഗ് ക്രീം ഏതാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഷുഗർ പൗഡറോ എന്തെങ്കിലുമൊക്കെ കുറവുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഞാൻ എടുക്കുന്നത്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ആദ്യം ഒന്ന് ലോ സ്പീഡിൽ ഇട്ടിട്ട് പിന്നെ ഹൈ സ്പീഡിലിട്ട് നമുക്ക് വിപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ വിപ്പിംഗ് ക്രീം നന്നായിട്ട് വിപ്പായിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, നല്ല സ്റ്റിഫായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കേക്കിൽ ഐസിങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ വിപ്പിംഗ് ക്രീമൊക്കെ നന്നായിട്ട് വിപ്പ് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ നേരം കൊണ്ട് ഇപ്പോൾ നമ്മുടെ കേക്കൊക്കെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് ഡീമോൾഡ് ചെയ്തെടുക്കാം. എന്നിട്ട് വേണം നമുക്ക് ഐസിങ് ചെയ്യാൻ. അപ്പോൾ ഐസിങ് ഒക്കെ ചെയ്യുമ്പോൾ നന്നായിട്ട് കേക്ക് തണുക്കണം. അപ്പോൾ ഇനി ഇത് നമുക്ക് ഡീമോൾഡ് ചെയ്യാം. അടിയിൽ ഓപ്പൺ ആയിട്ടുള്ളൊരു കേക്ക് ടീനാണിത്. കണ്ടോ, അപ്പോൾ നമ്മുടെ കേക്കൊക്കെ നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടിയിലുള്ള ഈ പ്ലേറ്റും കൂടി ഒന്ന് നമുക്ക് റിമൂവ് ചെയ്യാം. ഇനി ബട്ടർ പേപ്പറും നമുക്ക് എടുത്തു കൊടുക്കാം. ഈ കേക്കിനെ ഞാനൊരു 3 ലെയറായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഞങ്ങൾക്ക് വേണമെങ്കിൽ 2 ലെയറായിട്ടും കട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ കേക്ക് ഞാനിവിടെ 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, 3 ലെയറായിട്ട് കട്ട് ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഐസിങ് ചെയ്യാം. പിന്നെ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇതിൻ്റെ ടോപ്പിങ്ങിന് വേണ്ടിയിട്ട് ചെറി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്കിവിടെ ടിൻഡായിട്ടുള്ള ചെറിയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള ചെറി ഉപയോഗിക്കാം. അത് കണ്ട ഇതുപോലത്തെ ചെറിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിലൊരു സിറപ്പ് ഉണ്ടാവും, ഈ ചെറിൻ്റെ സിറപ്പ്. അതിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് കുറച്ചുകൂടെ പഞ്ചസാര ഇട്ടിട്ട് ഒന്ന് ലൂസാക്കി എടുത്തിട്ടുള്ള ഇതാണ് ഞാൻ ഷുഗർ സിറപ്പിന് പകരം ഈ കേക്കിൽ വെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അതാണ്.
അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയിട്ട് അത് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇതാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് കുറച്ചുകൂടെ ചെറീൻ്റെ ഒക്കെ ഒരു ഫ്ലേവർ നന്നായിട്ട് വരും. അതിന് വേണ്ടിയിട്ട് ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഈ കേക്ക് ഉണ്ടാക്കിയെടുത്തപ്പോൾ ഞാൻ ഇതിലൊരു 1/4 കപ്പ് ഓയിലൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ ക്യാമറ ഓഫായി പോയി, അതുകൊണ്ടാണ്. അപ്പോൾ ആ ഒരു ഭാഗം ഇതിലില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോഴും 1/4 കപ്പ് ഓയിൽ ചേർക്കാം ബാറ്റർ മിക്സ് ചെയ്യുമ്പോൾ. അത് വിട്ടുപോയതാണ്, സോറി. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇതിലൊരു 1/4 കപ്പ് ഓയിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമുക്ക് ഐസിങ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് ചെയ്യാം. ആദ്യം കുറച്ച് വിപ്പിംഗ് ക്രീം ഞാനിവിടെ ഒന്ന് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് അങ്ങോട്ട് തെന്നി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, സ്ലിപ്പായി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഒരു ഫസ്റ്റ് ലെയർ കേക്ക് വെക്കുക. ഞാനിപ്പോൾ മുകൾ ഭാഗമാണ് ഇപ്പോൾ ഞാൻ ഈ അടിവശത്ത് വരുന്ന രീതിയിലാണ് ഞാനിപ്പോൾ ഇത് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ പറഞ്ഞ ചെറി സിറപ്പ് നന്നായിട്ട് നനച്ചു കൊടുക്കാം. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഷുഗർ സിറപ്പും ചേർക്കാം. ഞാനിപ്പോൾ ഇത് എനിക്ക് ടിന്നഡായിട്ടുള്ളൊരു ചെറിയ കിട്ടിയത്. അപ്പോൾ അതിലുള്ള ആ ഒരു സിറപ്പിനെ ഞാൻ കുറച്ച് വെള്ളവും പിന്നെ അതുപോലെ തന്നെ കുറച്ചുകൂടെ ഷുഗറും കൂടെ ഇട്ടിട്ട് ഒന്ന് ലൈറ്റാക്കി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഇതിൽ നനച്ചു കൊടുക്കുക. ഇങ്ങനെ നനഞ്ഞിട്ടുള്ള നല്ല വെറ്റായിട്ടുള്ള ഒരു കേക്കാണ് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി അടുത്തതായിട്ട് നമുക്ക് വിപ്പിംഗ് ക്രീം വെക്കാം. ഞാനിപ്പോൾ ഇതിലൊരു ലെയർ വിപ്പിംഗ് ക്രീം വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ചെറീസ് വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡാർക്ക് ചോക്ലേറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ഗ്രേറ്റ് ചെയ്തിട്ടൊക്കെ ചെയ്യാം. ഇതിപ്പോൾ ഏകദേശം 1 കിലോ വരുന്ന കേക്കാണ്. ഇനി നമുക്ക് അടുത്ത ലെയർ കേക്ക് കൂടെ വെക്കാം. വീണ്ടും നമ്മുടെ ചെറി സിറപ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് നനച്ചു കൊടുക്കുക. ഇനി വീണ്ടും വിപ്പിംഗ് ക്രീം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യാം. ഇനി വീണ്ടും ഇതുപോലെ ചെറീസ് വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് ലാസ്റ്റത്തെ പീസും കൂടെ വെച്ച് കൊടുക്കാം. ക്രീമിൻ്റെ ഉള്ളിൽ വെക്കുന്ന ക്രീമിൻ്റെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് വെക്കാം. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഈ ചെറിയ തന്നെ വെക്കണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് വേണമെങ്കിലും കട്ട് ചെയ്ത് വെക്കാം. സ്ട്രോബെറിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വെക്കാം. ഇനി നമുക്ക് വീണ്ടും നേരത്തെ ചെയ്ത പോലെ കുറച്ച് ചെറി സിറപ്പ് വെച്ച് കൊടുക്കാം. ഉള്ളിലൊക്കെ നന്നായിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സൈഡിലും അതുപോലെ മുകൾ ഭാഗത്തൊക്കെ നന്നായിട്ട് ഇതൊന്ന് കവർ ചെയ്തിട്ടെടുക്കാം. ഇതിപ്പോൾ നമ്മുടെ ഈ ഐസിങ് ഇതെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ 1 കിലോ ഉണ്ടാവും ഈ കേക്ക്. അപ്പോൾ നമ്മുടെ ഐസിങ് വെച്ചിട്ട് നന്നായിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ആയതുകൊണ്ട് അത്ര ഫിനിഷിംഗ് ഒന്നും വേണ്ട. കാരണം നമ്മളിതിൽ ഡാർക്ക് ചോക്ലേറ്റ് ഒക്കെ ഇട്ടിട്ട് ഫില്ല് ചെയ്യുമല്ലോ. അപ്പോൾ പിന്നെ അധികം ഫിനിഷിങ് ആക്കൊന്നും വേണ്ട. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഒരു നോസിൽ ഞാനിവിടെ പൈപ്പിംഗ് ബാഗിൽ കുറച്ച് വിപ്പിംഗ് ക്രീം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു നോസിൽ ഉപയോഗിച്ചിട്ട് സൈഡിൽ കുറച്ച് ഫ്ലവേഴ്സ് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള ഇതിൽ സെൻറ്ററിലൊക്കെ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടുള്ളത് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡിലും നമുക്ക് കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ ഐസിങ്ങൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. സൈഡിലും കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും പിന്നെ അതുപോലെ തന്നെ അടിയിലും ചെറിയൊരു ബോർഡറായിട്ട് ഈ സ്റ്റാറിലെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഈ ഫ്ലവറിൻ്റെ മുകളിലായിട്ട് ഓരോ ചെറീസ് വെച്ച് കൊടുക്കാം. കുറച്ചുകൂടെ ഒന്ന് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഓരോ ചെറീസ് വെച്ച് കൊടുക്കാം. നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. ഈ ബ്ലാക്ക് ഫോറസ്റ്റ് ഒക്കെ നമുക്കിപ്പോൾ കടയിൽ നിന്നൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഡെക്കറേഷനൊക്കെ ഓരോരുത്തരുടെ യുക്തിക്കനുസരിച്ച് ചെയ്യാം. ഞാനിപ്പോൾ ഇതിങ്ങനെ ഒരു സിമ്പിളായിട്ട് ഇങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളത്.
അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് തൊട്ട് താഴെയുള്ള റെഡ് കളറിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ വരുന്ന ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.